ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ കാടമുട്ട റോസ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ കാടമുട്ട എടുത്ത് നല്ല വൃത്തി പുഴുങ്ങിയെടുക്കുക. ഒരു 10 മിനിറ്റ് എടുക്കും ഇതൊന്ന് പുഴുങ്ങി റെഡിയായി വരാൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനെടുത്ത് ചെറിയൊരു ബൗളിലോട്ട് മാറ്റാം. എന്നിട്ട് നമ്മൾ തണുപ്പിക്കുക. തണുപ്പിച്ചതിന് ശേഷം ഓരോ മുട്ടയിട്ട് നമ്മളെടുത്ത് ഇതുപോലെ തട്ടി ജസ്റ്റ് ഒന്ന് പൊട്ടിക്കുക. എന്നിട്ട് നമ്മൾ ഫുള്ള് നല്ല തോടൊക്കെ കളഞ്ഞ് നല്ല അടിപൊളിയാക്കി എടുക്കുക. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് 1000 കോഴിക്ക് അരക്കാട എന്നാണ് പറയുന്നത്. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. പിന്നെ ഇത് നമ്മുടെ തൈറോയിഡിനും പിന്നെ ഈ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങൾക്കും പിന്നെ ക്യാൻസറിനൊക്കെ കൊള്ളാൻ നല്ലതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വിശദമായിട്ട് എനിക്ക് കുറച്ച് കേട്ടുള്ള അറിവൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഇങ്ങോട്ട് കൂടെ പറഞ്ഞു തരാൻ വേണ്ടി എല്ലാവരും ഒന്ന് ശ്രമിക്കുക. ഓക്കെ, നമ്മളപ്പോൾ ഏകദേശം ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെറിയൊരു ബൗളിലേക്ക് ഇത് മാറ്റാം. ഇനി നമ്മൾ ഓരോന്നായിട്ട് എടുത്ത് വരിഞ്ഞ് കൊടുക്കുക. ഇനി ഒരു ചീനിച്ചട്ടി എടുക്കുക, കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, കടുക് ഇടുക, പിന്നെ കരിവേപ്പില ഇടുക. എന്നതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യുക. കുറച്ച് മുളക് പൊടി ഇടുക, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ ഒരു നുള്ള് ഉപ്പിടുക. പിന്നെ നമ്മുടെ കാടമുട്ട ഇടുക. നല്ല ഫുള്ള് വഴറ്റിയെടുക്കുക നല്ല ഭംഗിയായിട്ട്. ഓക്കെ, അടിപൊളിയായിട്ട് നല്ല ഫ്ലെയിമൊക്കെ ഓണാക്കി വഴറ്റിയെടുക്കുക. ഓക്കെ, ഇനി നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. വാവ്, സൂപ്പറായിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും വീടുകളിൽ ട്രൈ ചെയ്യുക. എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇങ്ങോട്ട് പറയുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.